റോഡിലെ കുഴിയിൽ വീണുള്ള അപകടങ്ങൾ നിത്യസംഭവമായിരിക്കുകയാണ്. ഇതിപ്പോൾ പാലാഴിയിലാണ് ഏറ്റവും ഒടുവിലായി ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. സ്കൂട്ടർ യാത്രികരായ 2 പേർക്കാണ് പരിക്കേറ്റത്. ഞങ്ങൾ പാലാഴിയിൽ നിന്ന് മേത്തോടത്താഴത്തേക്കുള്ള ഞങ്ങൾ സ്ഥിരമായി വരുന്ന റോഡാണ്. ആ റോഡിലൂടെ വരുന്ന വഴിക്ക് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് വന്നത്. വണ്ടി ഓടിച്ചത് അവളായിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടെ വരുന്ന വഴിക്ക് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ കണ്ടില്ല. ആ കുഴി കാണാത്തതുകൊണ്ട് വലിയ ആഴത്തിലുള്ള കുഴിയായിരുന്നു. ആ കുഴിയിലേക്കും കൂടെ വീണു പോവുക ചെയ്തത്. ഫ്രണ്ട് ആ കുഴിയിലേക്ക് വീണുപോയി. അവളുടെ മേലേക്ക് വണ്ടി വീണു. ഞാൻ അവൾ സാരിയാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ ഞാൻ തെറിച്ച് റോഡിൻ്റെ അരികിലേക്ക് വീണു. അവിടെ കുറേ ചരലും കുറേ കരിങ്കല്ലും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഭാഗത്തേക്കാണ് വീണത്. എവിടെയൊക്കെ പരിക്കുണ്ട്? പരിക്ക് ചുണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സൈഡിൽ ഇവിടെ 3 സ്റ്റിച്ച് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ മുഴുവനായിട്ട് റോഡിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, റോഡിന് ആ ചരലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉരഞ്ഞു പോയി. പിന്നെ കൈക്കും കാലിനും ഒരു ചെറുതായിട്ട് ഒരു ചതവൊക്കെ ഉണ്ട്. മറ്റേ വണ്ടി ഓടിച്ച ടീച്ചറുടെ അവസ്ഥ എങ്ങനെയാണ്? വണ്ടി ഓടിച്ച ഫ്രണ്ടിന് ഇപ്പോൾ തോളിൽ പൊട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഇന്ന് MRI സ്കാനിങ് ചെയ്തിട്ടുണ്ട്. ആ വഴി കൂടെ വരുമ്പോൾ ഇത്ര റോഡിൽ ഇത്ര കുഴി ഉണ്ടായിരുന്നില്ല അവിടെ. ഇന്നലെ ഞാനത് പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയും ആഴത്തിലേക്കുള്ള ഒരു കുഴിയാണെന്ന് മനസ്സിലായതാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് വീണപ്പോഴാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോൾ എത്ര ദിവസം റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്? റെസ്റ്റ് 1 മാസം വേണ്ടി വരും. ഡോക്ടർ പറഞ്ഞത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് സ്റ്റിച്ച് എടുക്കാൻ വരണം എന്നാണ്. എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വോമിറ്റിങ്ങോ അല്ലെങ്കിൽ ഫിക്സോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, MRI എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പാലാഴിയിൽ നിന്ന് ദേശീയപാതയുടെ സർവീസ് റോഡിലേക്ക് കയറുന്ന റോഡ് കൂടിയാണ്. നീളക്കുഴികളാണ്. ഇതുപോലെ അത്ഭുതകരമായൊക്കെയാണ് യാത്രക്കാർ രക്ഷപ്പെട്ടു പോകുന്നത്. ഇതൊക്കെ ശരിയാക്കുന്നതിന്, ഈ കുഴികൾ അടയ്ക്കുന്നതിന് അധികൃതരൊന്ന് കണ്ണു തുറക്കണമെന്ന ആവശ്യമാണ് യാത്രക്കാർക്ക് ഒന്നടങ്കമുള്ളത്. കോഴിക്കോട് നിന്ന് മനോജ് പയ്യന്നൂരിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.